അതുപോലെ കൂട്ടിലങ്ങാടി മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് കുരുവട്ടൂരികൾ മുൻകാല പിയച്ച മുഅ്തസിലി ആശയം വിശ്വസിക്കുന്ന ആളുകളാണെന്ന് അവിടുന്ന് വിശദീകരിച്ച് അതൊന്ന് കൃത്യമായി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ കാണുന്ന മൗലവിമാര് അവരിങ്ങനെ തെരുവീതികളിലൊക്കെ ഇങ്ങനെ നമ്മുടെ ആലിമീങ്ങളെയും ഉസ്താദുമാർക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളോട് ഇവിടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ആലിമീങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കിതാബ് വളരെ കൃത്യമായി കണ്ട് പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. അപ്പൊ ഉസ്താദുമാരെന്താണ് പറഞ്ഞത്, അതിന്റെ അപ്പുറം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ഏതെങ്കിലും പിഴച്ചവർ പറയുന്നു എന്നതുകൊണ്ട് നമുക്കാർക്കും ഒരു അളക്കവും ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞതൊക്കെ കളവായിരിക്കും എന്നാണ് ഉറപ്പിച്ചോളണം നമ്മൾ. അതാണിപ്പോ നേരത്തെ തങ്ങൾ വിശദീകരിച്ചത്. വജഹു ശബഹാണോ വജഹു ശിബഹാണോ എന്ന് എല്ലാ തെരുവുകളിലും മയക്ക് കെട്ട് ഉറക്കെ അലറുന്നവർക്ക് എന്താണ് അതിന്റെ വാസ്തവമെന്നോ അതിന്റെ അവിടുത്തെ വിഷയം എന്താണെന്നോ മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മുടെ ഉസ്താദുമാർക്കെതിരെ അവരുടെ അജണ്ടയായി പറയുന്ന ആക്ഷേപങ്ങളാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ചോദിച്ച ചോദ്യത്തിന് കൂടെ ഉത്തരം പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് പരിപാടി അവസാനിപ്പിക്കാം. ഈ കക്ഷികള് നമ്മുടെ വിശ്വാസത്തെ നിന്ന് വളരെയധികം അകലം പാലിച്ച വളരെയധികം പിഴച്ചുപോയ കക്ഷികളാണ് എന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പിഴച്ചുപോയ ഒരു കക്ഷികളുണ്ടായിരുന്നു, മുഅ്തസിലത്തി എന്നാണ് അവരുടെ പേര്. അവരുടെ ആശയം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് കഴിവ് നേരത്തെ അഡ്വാൻസ് ആയി പടച്ചു കൊടുക്കും, ആ നൽകപ്പെട്ട കഴിവിൽ നിന്നാണ് അവർ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വാദമുണ്ടായിരുന്നു. അതോടൊപ്പം അല്ലാഹു തആല കഴിവാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആലക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയുള്ള പിഴച്ച കക്ഷികൾ മുൻകാലത്തുണ്ടായിട്ടുണ്ട്. അതേ ആശയം തന്നെയാണ് ഈ വട്ടൂരിസം ബാധിച്ച ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നത് ഒരു മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ്. ഒരു മൊബൈൽ ഫോൺ ഇനിയിപ്പോ ഞാൻ ഒരാൾക്ക് കൊടുത്താൽ അയാൾ ആ ഫോൺ കൊണ്ടുപോയാൽ പിന്നെ എനിക്കെന്തോ അത് അറിയോ, അയാൾ എന്താ കാണുന്നത്, എവിടൊക്കെ വിളിക്കുന്നത് എന്നോ എനിക്കറിയില്ലല്ലോ, എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതുപോലെയാണ് മഹാന്മാരായ ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കഴിവ് കൊടുക്കുന്നത്. കൊടുത്താൽ പിന്നെ അല്ലാഹു തആലക്ക് അതിൽ ഒന്നുമില്ല, അല്ലാഹു തആല അവിടെ നിസ്സഹായനായി പോയി എന്ന ഏറ്റവും അപകടം പിടിച്ച വാദമാണ് പറയുന്നത്. അതോടൊപ്പം ആ കഴിവൊക്കെ നേരത്തെ അങ്ങ് കൊടുത്തുപോയി. എന്നാൽ സുന്നത്തി ജമാഅത്തിന്റെ ആശയം എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അപ്പോൾ അവന്റെ സൃഷ്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കഴിവ് എന്ന് പറയുന്നത്. എന്നാൽ അതിനെതിരെയാണ് ഈ മൗലവി പറയുന്നത്. അത് മുഅ്തസിലത്തിന്റെ വാദമാണ്, അത് ഏറ്റവും അപകടം പിടിച്ച വാദമാണ്. അത് അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ എല്ലാ അധികാരങ്ങളും അവൻ കൈമാറിയാൽ പിന്നെ അധികാരം അവൻ തന്നെ. തെരഞ്ഞെടുത്ത ആളുകൾക്ക് ഈ അധികാരം അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയും, ഇത് നമ്മുടെ കൊടുതിയാണ്, നമ്മൾ തരുന്നതാണ്, ഇനി നിങ്ങൾക്കാണ് അതിന്റെ അധികാരം. കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം അല്ല പറയില്ല. നമ്മളിപ്പോ ഒരു മൊബൈല് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു, കൊടുത്താൽ പിന്നെ അതെങ്ങനെ യൂസ് ചെയ്യണം, അതിനെങ്ങനെ നിയന്ത്രിക്കണം, അതാ കൊടുക്കപ്പെട്ട ആളല്ലേ തീരുമാനിക്കേണ്ടത്. കൊടുത്തു കഴിഞ്ഞാലും അത് ഓണാക്കാനോ ഓഫാക്കാനോ നമ്മൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും കൊടുത്തിയാണ്. സാധാരണ ഒരു കാര്യം തന്നെ അല്ലേ. കണ്ടില്ലേ എത്ര വ്യക്തമാണത്. കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കലാകും. അപ്പൊ അള്ളാഹു മഹാന്മാർക്ക് കഴിവ് കൊടുത്താൽ പിന്നെ അള്ളാഹുവിന് അതിൽ ഒരു റോളും ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് കൊടുക്കലാകുമെന്നായി മൗലവി ചോദിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ അജ്സ്, അള്ളാഹുവിൽ അശക്തത എന്ന് പറയുന്നത് ആരോപിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്താണല്ലോ അശക്തത എന്നത്. എന്നാൽ അശക്തനായി പോകുന്നവർ അള്ളാഹുവിലാണ്,
എന്നാണ് ഈ മൗലവി വിശ്വസിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര അപകടം പിടിച്ച വാദമാണ്. അങ്ങനെ കഴിവുകളൊക്കെ അഡ്വാൻസ് ആയി പടച്ചു കൊടുക്കും എന്ന് പറയുന്ന ഈ വാദം അത് ഏറ്റവും പിഴച്ച വാദമാണ്. ഇനി അതല്ല രസം, ഈ കൊടുക്കുന്ന കഴിവ് ഇനിയിപ്പോ അല്ലാഹു തആല നേരത്തെ മുൻകൂട്ടി മഹാന്മാർക്ക് കൊടുത്ത് കിട്ടുന്ന കഴിവുണ്ടല്ലോ, ആ കഴിവിനെ കുറിച്ച് ഈ മൗലവി പറയുന്നത് അത് മജാസിയായ കഴിവൊന്നുമില്ല. നമ്മൾ സാധാരണഗതിയിൽ ഇമാമുകളൊക്കെ പറഞ്ഞല്ലോ, മഹാന്മാർ സഹായിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവരെ നിമിത്തമായി അല്ലാഹു സഹായിക്കും. അപ്പൊ അവര് മജാസാണ്, അവർ ആലങ്കാരികമായ പ്രയോഗമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ ആരാണ്? ഹഖീഖത്തൻ സഹായിക്കുന്നവൻ ആരാണ്? അല്ലാഹു ആണ്. എന്നാൽ ഈ മൗലവി പറയുന്നു മഹാന്മാരുടെ കഴിവ് അത് മജാസ് ഒന്നുമല്ല, അത് ഹഖീഖത്തൻ കഴിവ് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, മടവൂര് ശൈഖുന അല്ലാഹു അവർക്ക് അധികാരം നൽകി. അവരാണിവിടെ ലോകത്തിന്റെ തദ്ബീർ അല്ലാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മജാസിയായ പ്രയോഗവും അല്ല. യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനയാണ്. അത് അല്ലാഹു കൊടുത്ത അധികാരമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ആക്ഷേപിക്കുവാനും അധിക്ഷേപിക്കുവാനും ഇതിലപ്പുറം ഏത് പദപ്രയോഗമാണ് നടത്താനുള്ളത്? മഹാനായ സിയം വലിയുല്ലാഹി തങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ച ആശയം തൗഹീദിന് വിരുദ്ധമായ ആശയമല്ലേ ഈ മൗലവിമാര്? ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞ്, മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറഞ്ഞ്, ത്വരീഖത്തിന്റെ പേര് പറഞ്ഞ് ഈ കേരളത്തിന്റെ തെരുവായ തെരുവീഥികളിൽ മുഴുവനും ഓടി നടന്ന് നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ കുതിര കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിനെതിരായ വിശ്വാസങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമായ ആശയങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച മുഅ്തസിലിയാക്കൾ പറഞ്ഞു വെച്ച പഴകി പുളിച്ച ആശയം വീണ്ടും കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് ഈ മൗലവി. അങ്ങനെ തുടങ്ങി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായ നിരവധി ആശയങ്ങൾ, പ്രമാണവിരുദ്ധമായ എന്നല്ല കുഫറിലേക്ക് വരെ ചെന്നെത്തിക്കുന്ന ഏറ്റവും അപകടം പിടിച്ച വാദമാണ് ഈ മൗലവിമാര് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം മൗലവിമാരുടെ വഞ്ചനയിൽപ്പെട്ടു പോകാതെ നമ്മുടെ ഈമാൻ കാത്തു സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, ബഹുമാനപ്പെട്ട ഇമാം സുമൂദി റളിയല്ലാഹു അൻഹു അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശരിയായ അഖീദ, ശരിയായ വിശ്വാസം പഠിപ്പിച്ചപ്പോ അത് അവരുടെ ആശയത്തിനും അവരുടെ ജൽപ്പനങ്ങൾക്കും എതിരാണ് എന്ന് വന്നപ്പോ സുമൂദി ഇമാമിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞു. സുമൂദി ഇമാം കിതാബ് തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം സുമൂദി തങ്ങളുടെ നസീഹത്തുൽ ലബീബിന്റെ ശരിയായ കയ്യെഴുത്ത് പ്രതിയാണിത്. ഇതിലപ്പറഞ്ഞ ഇന്തഹ ഇല്ല മൗലവി, അത് താങ്കൾക്ക് പറ്റിയ അബദ്ധമാണ്. നേരത്തെ ഈച്ച കോപ്പി എന്ന് പറഞ്ഞതുപോലെ താങ്കൾ പ്രിന്റ് കോപ്പി അടിച്ചതാണ്. അങ്ങനെ കിതാബിന്റെ ബാലപാഠം അറിയാതെ, കിതാബിന്റെ ശൈലി അറിയാതെ എന്തെങ്കിലും പ്രിന്റിംഗിൽ കാണുമ്പോഴേക്ക് അത് വെച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളെ ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും വെല്ലുവിളിക്കുവാനും ഇറങ്ങുമ്പോ സൂക്ഷിച്ചോളണം. ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദ് അടക്കമുള്ള, പേരോട് ഉസ്താദ് അടക്കമുള്ള ഈ മഹാപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പാവപ്പെട്ട പ്രവർത്തകരായ ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന കാര്യം മൗലവി മറക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ കുരുവട്ടൂരിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വട്ടൂരിസം തന്നെയാണ്. അവരുടെ കയ്യിൽ ഒരു പ്രമാണവുമില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശം എന്താണോ അതിന് കടകവിരുദ്ധമായ ആശയമാണ് ഇവർ ഈ 10-12 കൊല്ലമായി ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വേദികളൊക്കെ ഈ വട്ടൂരിസം പറയാൻ വേണ്ടി ഇനി ഉപയോഗപ്പെടുത്തേണ്ടതില്ല. ആ മൗലവിമാർക്ക് ആവശ്യമായ മറുപടി ഇനി പറയേണ്ടതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് ഓൺലൈൻ വേദികളിലൂടെ ഉപയോഗപ്പെടുത്തി പറഞ്ഞാൽ മതി. നമ്മുടെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അതുപോലുള്ള വട്ടൂരിസം ഇനി പറയേണ്ടതില്ല എന്നത് ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പിന്നിൽ നമുക്ക് പ്രവർത്തിക്കുകയും അവസാനം മഹാന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.